വരുന്നത് കാത്തിരിക്കുകയാണ്. ഞങ്ങളും ഇവിടെ എല്ലാവരും, ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനും ഭവ്യയും ഇവിടെ SL കോവിൽ റോഡില് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പൊങ്കാല കലങ്ങൾക്ക് മുൻപിലാണ് നമ്മളുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങള്. ഇനി ഞങ്ങളെ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ നിരന്ന് ഇരിക്കുകയാണ് പൊങ്കാല കലങ്ങൾ. ഇപ്പം രാവിലത്തെ കാലാവസ്ഥയൊന്നും അല്ല, നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല വെയില് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആക്കി വെച്ച് അടച്ചു വെച്ച് എല്ലാവരും മാറി നിൽക്കുകയാണ് ഇവിടെ. ഇനി ഏകദേശം ഇപ്പോൾ സമയം കറക്റ്റ് 10:05 ആയിരിക്കുന്നു. 10:30 അടുപ്പ് വിട്ട് ആരംഭിക്കും. പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ പൊങ്കാല നിവേദിക്കാനുള്ള സമയമാണല്ലേ? അതെ, പൊങ്കാല ഇപ്പോഴത്തെ പ്രേക്ഷകർക്കെല്ലാം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ കലത്തിലേക്ക് പലരും വെള്ളം ഒഴിച്ച് വരെ വെച്ചിരിക്കുകയാണ്. അരി കഴുകി മാറ്റി വെച്ചവരുണ്ട്, അതേപോലെ തന്നെ പടിക്ക ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ, അതായത് പൊങ്കാല ഇടുന്നതിന് മുമ്പായിട്ട് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ തന്നെ ആ മുഹൂർത്തത്തിനായി ആ ക്ഷേത്രത്തിൽ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു എന്നുള്ള ആ ഒരു വിവരം അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അവരവരുടെ അടുപ്പിലേക്ക് ആ അഗ്നി പകർന്ന് ആ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പൊങ്കാല ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി അവസാനവട്ട മിനുക്ക് വഴിയിൽ അല്ലെങ്കിൽ ഒരുക്കത്തിലാണ് ആളുകൾ എന്ന് പറയാം. നല്ല വെയിലുണ്ട്. അതിന്റെ ഒരു തണല് നോക്കി ആളുകള് തണലത്തേക്ക് മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല തിരക്കാണ്. രാവിലെ നല്ല മഴക്കോള് കണ്ടിരുന്നു. അതെ, ചെറുതായിട്ട് മഴ പെയ്യുന്നു. ആശങ്കയുണ്ടായിരുന്നു. മഴ പെയ്ത് ആകെ കുളമാവുന്നു. പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്ന, ഇവിടുത്തെ പൊങ്കാലയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന ചേച്ചിമാർക്ക് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ഇത് ഭൂമി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു മഴയാണ്. അത് വന്നങ്ങ് പോവും. അല്ലാതെ ഈ മഴ പെയ്ത് പൊങ്കാല കുളവായ ഒരു ചരിത്രമേ ഇല്ല എന്നുള്ളത് ചേച്ചിമാര് നേരത്തെ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാവുന്ന തരത്തിലേക്ക് അത്ഭുതകരമായ വിധമായിരുന്നു ഈ കാലാവസ്ഥ മാറിയത്. കാരണം നന്നായി മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ. ഇത്രയും നേരം ഒന്ന് മാറി നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ആളുകളൊക്കെ ഇപ്പതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പൊ എല്ലാവരും ഏകദേശം സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സുബി അവിടുന്ന് കൃത്യമായി നമുക്ക് വിവരങ്ങൾ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായി സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരൊക്കെ ഇപ്പം അവരവരുടെ പൊങ്കാലയ്ക്ക് അടുത്തേക്ക് അല്ലെങ്കിൽ പൊങ്കാല കാലത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ട് തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. ഇനി പൊങ്കാല അർപ്പിക്കാനുള്ള ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ഭക്തജനങ്ങളും. അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത്രമാത്രമുള്ളൊരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഇന്ന് സഫലമാകാൻ പോകുന്നത്. അല്ലേ അറിയാം? അതെ, തീർച്ചയായും. ഒരു വർഷത്തെ കാത്തിരിപ്പ്, പ്രാർത്ഥന, ആകാംക്ഷ എന്നതിൽ ഒക്കെ ഉപരി ഭവ്യ ഇവിടെ എത്തുന്ന പല ഭക്തജനങ്ങളും അവരുടെ ഒരു ജീവിത അഭിലാഷമായിട്ട് പോലുമാണ് ഈ പൊങ്കാല അർപ്പണത്തെ കാണുന്നത്. ഒരു തവണയെങ്കിലും ഇവിടെ എത്തി ഈ പൊങ്കാല അർപ്പിക്കണം എന്നുള്ള ആഗ്രഹവുമായി എത്രയോ ദൂര ജില്ലകളിൽ നിന്നും, നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എത്തുന്ന മലയാളികളായിട്ടുള്ള ഭക്തരുണ്ടെന്നറിയാം. ഈ ചൂടിനെ പോലും വകവയ്ക്കാതെ എല്ലാം അമ്മയിൽ സമർപ്പിച്ച് സർവം ആറ്റുകാലമ്മ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ദേവീ മന്ത്രം മാത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയുമാണ് നമുക്കിവിടെ എന്തായാലും കാണാൻ സാധിക്കുന്നത്. തളരില്ല, അതെ, ചൂടിലൊന്നും നമ്മൾ തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇരിക്കുന്ന അമ്മമാരാണ് ചുറ്റും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ കുടിവെള്ളം അടക്കം കൃത്യമായി എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മാതൃകാപരമായ എത്രയോ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ ദിവസം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടിയില്ലെങ്കിലും അവർക്ക് ആ ഒരു പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ മനസ്സിലിരിക്കുന്നത് കൊണ്ട് അവരെ അതൊന്നും വകവയ്ക്കത്തതേയില്ല, ബാധിക്കുകയില്ല. പക്ഷേ തിരുവനന്തപുരത്ത് എത്തുന്നവരെ ആരും പട്ടിണി കിടക്കാൻ സമ്മതിക്കില്ല ഇവിടെയുള്ള ആളുകൾ എന്നുള്ളതാണ്. അത്രത്തോളം സന്നദ്ധ സംഘടനകൾ കൃത്യമായി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ലഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പേരിനൊരു ഭക്ഷണം കൊടുക്കുന്ന രീതിയല്ല. നമ്മൾ കണ്ടല്ലോ, നമ്മളും അവിടെ നിന്നാണ് കഴിച്ചത്. കൃത്യമായും വളരെ വൃത്തിയോടുകൂടി അത് വിഭവസമൃദ്ധമായിട്ടാണ്, അത് കേസരി ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നത്. കേട്ടത് അതെ, സമയാസമയങ്ങളിൽ വെള്ളം, ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ഒരുക്കിയിട്ടുമുണ്ട്.
എന്തായാലും അനന്തപുരിയുടെ മുക്കും മൂലയും പൊങ്കാല കലങ്ങൾ കൊണ്ടും അമ്മമാരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഏകദേശം കുറച്ച് നിമിഷത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അനന്തപുരി പൂർണ്ണമായി ഒരു യാഗശാലയായി മാറാൻ വലിയ തിരക്ക് നമുക്കിപ്പോ ഇവിടെ അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ഒരു ഇടവേളയില്ലാതെ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് നമുക്ക് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്ന് കയറി നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അമ്മമാരെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ രജസ്കോവി റോഡ് അടക്കം നല്ല ചൂടുണ്ട്. ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് റോഡിൽ കാണാം അമ്മമാരൊക്കെ വിശരൊക്കെ കുറിച്ച് വീശി നിൽക്കുകയാണ്. നല്ല ചൂടാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കല്ലേ, ചൂടിനൊന്നും പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല.